പക്ഷേ ഹീൽ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് എന്ന് ഞങ്ങൾക്കുണ്ട്. ആ ബ്രാൻഡ് ഉണ്ടായത് തന്നെ ഈ കോവിഡ് സമയത്ത് സാനിറ്റൈസർ വെച്ചിട്ടാണ്. അപ്പോൾ അതൊരു ഈ കോവിഡിന് ഇല്ലായിരുന്നെങ്കിൽ അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാവില്ലായിരുന്നു. പ്രൈസ് കൊടുക്കണം, പക്ഷെ പ്രൈസ് മാത്രമായിട്ട് കാര്യമില്ലായിരുന്നു. എന്ന് വെച്ചാൽ പ്രൈസ് ആർക്കും ബീറ്റ് ചെയ്യാം. പൈസ കൂടുതലുള്ളവന് വന്നിട്ട് നഷ്ടത്തിൽ മിക്കാലോ. നമുക്ക് അത് മാത്രം കാര്യമില്ല, അതും വേണം, മാച്ച് പ്രൈസസ്, ബട്ട് സർവീസസ് ഹൗ വി ട്രൈ ടു ബീറ്റ് അതർ പീപ്പിൾ. അപ്പോൾ ആളുകൾ ഇപ്പോഴത്തെ ഈ ഇൻസ്റ്റഗ്രാം വീഡിയോസും യൂട്യൂബ് വീഡിയോസിലൊക്കെ ഭയങ്കര ഫ്ലാഷി ലൈഫുകൾ കാണിക്കുന്നുണ്ട്. ലൈക്ക് ബിസിനസ് തുടങ്ങണം, ഒരു 9 to 5 ജോബ് ക്വിറ്റ് ചെയ്യൂ, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യൂ, നിങ്ങളുടെ ലൈഫ് ഫ്രീഡം ആയിരിക്കും, അങ്ങനെയാണ് പറഞ്ഞിട്ട് ഒരു ഒറ്റ മൈൻഡിൽ അവർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ ഫ്യൂച്ചറും കാര്യങ്ങളൊന്നും തിങ്ക് ചെയ്യാതെ. അപ്പോൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് ആളുകൾ പെട്ടെന്ന് തന്നെ അതിനോടുള്ള ഇത് പോവുക. ബിസിനസ്സിൽ ഫസ്റ്റ് തന്നെ എന്തെങ്കിലും ഒരു ചെറിയ തെറ്റ് പറ്റുമ്പോൾ അവർ ഡീമോട്ടിവേറ്റഡ് ആയിട്ട് അവരങ്ങനെ ബിസിനസ് സ്റ്റോപ്പ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഉള്ള ആളുകളോട് സാറിന് കൊടുക്കാൻ പറ്റിയ അഡ്വൈസ് എന്താണ്? ബിസിനസ് എല്ലാവർക്കും ഉള്ളതല്ല. ഇറ്റ് ഈസ് പോസ്റ്റ്പോണിങ് ഓഫ് ടുഡേസ് കൺസംഷൻ ഫോർ സ്പെൻഡിങ് ബെറ്റർ ലേറ്റർ. രണ്ടാമത് ഗ്യാമ്പിൾ ചെയ്യുമ്പം നാട്ടുകാരുടെ നിന്ന് എല്ലാവരുടെയും കടമെടുത്തിട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ഒരു പുതിയൊരു പ്രോജക്റ്റ് തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് ചിന്തിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പൈസ മുഴുവൻ പോയാൽ എനിക്ക് എന്ത് പറ്റും, വിൽ ഐ സർവൈവ്, അത് നോക്കിയിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഒരുപാട് പേർക്ക് IIM പഠിക്കണം ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തത്തിൽ IIM ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അത് സാറിനൊരു ബിസിനസ് മൈൻഡ് സെറ്റ് മോൾഡ് ചെയ്യാൻ എത്രത്തോളം സഹായിച്ചിട്ടുണ്ട്? ഞാൻ ശരിക്കും പറഞ്ഞാൽ സ്കൂളിൽ പഠിക്കുമ്പോൾ അതിന് ചെറിയ കൊച്ചായിരുന്നു തൊട്ട് പല രീതിയിലും പേരൊക്കെ കച്ചവടം തൊട്ട് ലോട്ടറി കച്ചവടമൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ട്രേഡിംഗ് ഒരു മൈൻഡിലുണ്ടായിരുന്ന ആളാണ്. അപ്പം BCom പഠിച്ച തേവര കോളേജിലാണ്. അതിന് ഫുൾ ടൈം ഞങ്ങൾക്കൊരു റീറ്റെയിൽ ഷോപ്പ് ഉണ്ട്, അപ്പോൾ മെഡിക്കൽ ഷോപ്പ്, മെഡിക്കൽസ്. അപ്പം അങ്ങനെ ഉള്ളതുകൊണ്ട് ഞാൻ ക്യാറ്റ് എഴുതിയിട്ട് IIM പോയതാണ്. സോ ഇപ്പം എനിക്ക് 41 വയസ്സായി. സോ ഐ വുഡ് സേ ദാറ്റ് 2 years വാസ് ദ ബെസ്റ്റ് ഇയേഴ്സ് ഓഫ് മൈ ലൈഫ്. സോ വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് അക്യുമെൻസ് പോഡ്കാസ്റ്റ്. അപ്പോൾ ഇന്ന് നമ്മളൊരു പുതിയ സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്, എ ട്രിബ്യൂട്ട് ടു വെൽ ക്രിയേറ്റേഴ്സ് ഓഫ് കേരള. അപ്പോൾ നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് ഗസ്റ്റ് എന്ന് പറയുന്നത് രാഹുൽ മാമൻ, ദ ഫൗണ്ടർ ഓഫ് ഹീൽ എൻ്റർപ്രൈസസ് ആൻഡ് ഓൾസോ എ മേജർ പ്ലെയർ ഇൻ ഫാർമ ഡിസ്ട്രിബ്യൂഷൻ. സോ സർ, വെൽക്കം ടു അവർ പോഡ്കാസ്റ്റ്. അപ്പോൾ നമ്മുടെ ഈ സീരീസിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് കേരളയിലെ വെൽ ക്രിയേറ്റേഴ്സിനെ കൊണ്ടുണ്ട് അവരുടെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു പുതിയതായിട്ട് വരുന്ന എൻ്റർപ്രണേഴ്സിനെ പറഞ്ഞ് മനസ്സിലാക്കാനും അഡ്വൈസ് ചെയ്യാനൊക്കെയാണ് നമ്മുടെ ഈ സീരീസിൻ്റെ ഉദ്ദേശം. അപ്പോൾ നമ്മൾ ഈ എൻ്റർപ്രണർഷിപ്പിനെയൊക്കെ അതിലോട്ട് കടക്കുന്നതിന് മുമ്പേ സാറിനോട് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. സാറിന് വെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ പോഡ്കാസ്റ്റിൻ്റെ ഇതന്നെ അതാണല്ലോ, ട്രിബ്യൂട്ട് ടു വെൽ ക്രിയേറ്റേഴ്സ് ഓഫ് കേരള. സാറിന് വെൽത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? ഇസ് ഇറ്റ് ജസ്റ്റ് മണി, അതോ ലെഗസി ആണോ, അതോ ജസ്റ്റ് ഫ്രീഡം ആണോ, എന്താണ്? എല്ലാവരും പറയും പൈസ ഇല്ലെങ്കിലും കുഴപ്പമില്ലെന്ന്. അതൊക്കെ വെറുതെ പറയുന്നത്. മണി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ മണി ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് വെൽത്ത്. പക്ഷേ എബിലിറ്റി ടു ഡു വാട്ട് യു വാണ്ട് വിത്ത് ഫ്രീഡം ആൻഡ് time in your control. I think having ability to control your time is ultimate wealth. But also having, actual wealth and not having to worry about it in terms of money. By wealth, I mean money, time, and like by that when you have money and time, which means you have freedom. So I think freedom ആണ് ultimate goal. ടൈം വേണം. അപ്പോൾ ഇത് മിക്സ് ഓഫ് ബോത്ത് ഓഫ് ദാറ്റ് ആണ്. ഇല്ല, മണി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്രീഡം വരാൻ ചാൻസ് കൂടും. മണി ഇല്ലാതെ ഫ്രീഡം വരത്തില്ല. ഫ്രീഡം ഉണ്ടെങ്കിൽ നമുക്ക് ആ ടൈം നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുമല്ലോ. ബിക്കോസ് വി ആർ നോ ലോങ്ങർ എ സ്ലേവ് ടു what we would otherwise be. So understood. അപ്പോൾ സാർ ബേസിക്കലി ഒരു കേരളയിൽ നിന്നൊരാളാണ്. സാറിൻ്റെ ബിസിനസ് വരുന്നതും കേരളയിലാണ്. അപ്പോൾ ഈ കേരളയിലെ കൾച്ചർ അല്ലെങ്കിൽ കേരളയിലെ ആളുകൾ എങ്ങനെ എത്രത്തോളം സാറിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് സാറിൻ്റെ ബിസിനസ്സിൽ? അതോ തുടക്കകാലത്ത് എന്തെങ്കിലും ഒരു ഇഷ്യൂസോ കാര്യങ്ങളോ എന്തെങ്കിലും നേരിട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു നമ്മൾ കേരളത്തിലാണ് നമ്മൾ പ്രഡോമിനൻ്റ്ലി നമ്മുടെ ബിസിനസ് നടക്കുന്നത് കേരളത്തിലാണെങ്കിലും ഒരു 5 to 10% നമുക്ക് തമിഴ്നാട്ടിൽ ബിസിനസ് ഉണ്ട്. അപ്പം കേരളത്തിൽ ബിസിനസ് ചെയ്യുന്ന അന്നൊക്കെ പ്രത്യേകിച്ച് 2007 ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അത് നല്ല ടഫായിരുന്നു പല രീതിയിലും. ഇറ്റ് വാസ് എ ടഫർ എൻവയറമെന്റ്. ഒരു ഇതുണ്ട് കേരളത്തിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നുള്ളൊരു ആയിരുന്നു ഞാൻ പറയാം. ഇപ്പം മച്ച് ബെറ്ററായി. ഏത് ഡിപ്പാർട്ട്മെന്റ് എടുത്താലും ഏത് ടാക്സ് ഡിപ്പാർട്ട്മെന്റോ അല്ലെങ്കിൽ എന്തെടുത്താലും ഇറ്റ് ഇസ് ബിക്കം മച്ച് ബെറ്റർ. സോ അങ്ങനെ ഒരു ഇഷ്യൂ ഞങ്ങൾ ഇപ്പം കാണുന്നില്ല, അന്നുണ്ടായിരുന്നു. സോ the point was, if you could do business in Kerala at that point of time, നമുക്ക് എവിടെയും ചെയ്യാൻ പറ്റുന്നുള്ളൊരു ഫീൽ നമുക്ക് ഉണ്ടായിരുന്നു. അത് കുറേ കറക്റ്റാണ്. അതുകൂടാതെ നമ്മുടെ ഒരു ഇപ്പോഴാണല്ലോ സ്റ്റാർട്ടപ്പ് ഒരു നല്ലൊരു ബസ് വേർഡായ. പക്ഷേ ഞങ്ങൾ തുടങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ മുന്നേ തുടങ്ങിയ ആൾക്കാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേറെ ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ചെയ്യുന്നുള്ളൊരു ഫീലൊക്കെ പലർക്കും തോന്നും. പക്ഷേ അങ്ങനെയല്ല, ഇപ്പം ഒരു നല്ലൊരു എൻകറേജിങ് എൻവയറമെൻ്റായി മാറി. മൊത്തത്തിൽ ഗവൺമെൻറ് ഭാഗത്തു നിന്നാണ് ആളുകളുടെ ഭാഗത്തു നിന്നാണെങ്കിലും മൊത്തത്തിലൊരു വ്യത്യാസമുണ്ട്. ഓക്കെ. അപ്പോൾ സാറിനെ ഞാൻ ഈ പോഡ്കാസ്റ്റിന് വരുന്നതിന് മുമ്പ് സാറിനെ പറ്റിയൊരു സ്റ്റഡി നടത്തിയപ്പോൾ സാർ IIM ഒരു ഫോർമർ സ്റ്റുഡൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേർക്ക് IIM പഠിക്കണം ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തത്തിൽ IIM ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അത് സാറിനൊരു ബിസിനസ് മൈൻഡ് സെറ്റ് മോൾഡ് ചെയ്യാൻ എത്രത്തോളം സഹായിച്ചിട്ടുണ്ട്?
ഞാൻ ശരിക്കും പറഞ്ഞാൽ സ്കൂളിൽ പഠിക്കുമ്പോൾ അതിന് ചെറിയ കൊച്ചായിരുന്നു തൊട്ട് പല രീതിയിലും പേരൊക്കെ കച്ചവടം തൊട്ട് ലോട്ടറി കച്ചവടമൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ട്രേഡിങ് ഒരു മൈൻഡിലുണ്ടായിരുന്ന ആളാണ്. അപ്പം ബി.കോം പഠിച്ച തേവര കോളേജിലാണ്. അതിന് ഫുൾ ടൈം ഞങ്ങൾക്കൊരു റീറ്റെയിൽ ഷോപ്പ് ഉണ്ട്, അപ്പോൾ മെഡിക്കൽ ഷോപ്പ്, എം ഡി മെഡിക്കൽസ്. അപ്പോൾ അവിടെ ഞങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യായിരുന്നു. ഒരു ജോലിക്കും പോകുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ ആൾക്കാർ കളിയാക്കിയതുകൊണ്ടും ഈ ചൊറിയുന്ന റിലേറ്റീവ്സ് എല്ലാവർക്കും ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഉണ്ടാവില്ല. അപ്പം തമാശക്കാണെങ്കിലും അപ്പം അങ്ങനെ ഉള്ളതുകൊണ്ട് ഞാൻ ക്യാറ്റ് എഴുതിയിട്ട് IIM പോയതാണ്. സോ ഇപ്പം എനിക്ക് 41 വയസ്സായി. സോ ഐ വുഡ് സേ ദാറ്റ് 2 years വാസ് ദ ബെസ്റ്റ് ഇയേഴ്സ് ഓഫ് മൈ ലൈഫ്. അപ്പം IIM പോയിട്ട് അഹമ്മദാബാദിൽ. അപ്പം അതിൽ നമുക്ക് വളരെ ഡിഫറെൻറ്റ് ലെവൽ ഓഫ് മോൾഡിംഗ് ആണ്. ഒന്നെന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ വേറെ എല്ലായിടത്തും നല്ലതായിട്ട് പഠിക്കാനൊക്കെ നല്ലതായിരുന്നെങ്കിലും അവിടെ വരുന്ന എല്ലാവരും അങ്ങനെയായിരുന്നു. സോ യു വിൽ എൻഡ് അപ്പ് ഫെയിലിംഗ് വൺസ്. അതെ, IIM കയറണമെങ്കിൽ എല്ലാവരും ഒരു ഇതായിരിക്കണമല്ലോ. അപ്പോൾ അതിനകത്ത് റിലേറ്റീവ് ഗ്രേഡിംഗ് ആണ്, ബെൽ കർവ് പോലെയാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും ഫെയിൽ ആവും പല സബ്ജക്ട്സിലും, അല്ലെങ്കിൽ D കിട്ടും, അല്ലെങ്കിൽ C- കിട്ടുന്നതൊക്കെ നോർമലാണ്, ബിക്കോസ് ഇറ്റ് ഇസ് റിലേറ്റീവ് ഗ്രേഡിംഗ്. സംബഡി വിൽ ഗെറ്റ് അറ്റ് സം പോയിന്റ് ഓഫ് ടൈം. അപ്പോൾ അതുണ്ടായിരുന്നു. ആൻഡ് ഹാർഡ് വർക്കിൻ്റെ ശരിക്കുള്ളത് അവിടെ വെച്ച് കാണാൻ കിട്ടും. അപ്പം ആ ഗ്രിറ്റ് നമുക്ക് ചെറുപ്പത്തിലേ ഉണ്ടായിരുന്നെങ്കിലും ആ ലെവൽ ഓഫ് ഹാർഡ് വർക്ക് അവിടെ നിന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് നല്ല രീതിയിൽ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആൻഡ് അനലിറ്റിക്കൽ തിങ്കിങ് വിച്ച് ഐ എം ഷുവർ, ആൻഡ് ഫ്രണ്ട്സ് ഹൂ വിൽ ഷൂട്ട് യു ഡൗൺ ഇഫ് യു ടോക്ക് ഇല്ലോജിക്കൽ തിങ്സ്. ഭയങ്കര ബ്ലണ്ട് ആയിട്ടുള്ള ഫ്രണ്ട്സിനെ നമുക്ക് അവിടെ കിട്ടും. അപ്പോൾ അങ്ങനെയുള്ളത് നല്ലതാണ്. ഇന്നും നമുക്ക് പല കാര്യങ്ങളും ആവശ്യമുണ്ടെങ്കിലും ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ പൈസ ആവശ്യമുള്ളപ്പോഴൊക്കെ ഫ്രണ്ട്സിനെ വിളിച്ചാൽ കിട്ടും. അങ്ങനെ പല ഗുണങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പം അത് ഭയങ്കര ഒരു നല്ലൊരു സൗണ്ടിങ് ബോർഡ് പ്ലസ് മണി എല്ലാത്തിനും ഹെൽപ്ഫുള്ളാണ്. ഓക്കെ, അവിടെ അപ്പോൾ അങ്ങനെ ഫുള്ള് പഠിത്തം എന്നുള്ളത് തന്നെയാണോ അതോ ബാക്കി പരിപാടികൾ? ആക്ച്വലി എല്ലാവരും എല്ലാം ചെയ്യുന്ന ആൾക്കാരാണ്. പലതും എല്ലാവരും ഒരു ഔട്ട്ലയർ ആയിരിക്കും. കുറേ പേരൊക്കെ ഒരു 30-40 പേര് ഭയങ്കര ഔട്ട്ലയർ ആയിരിക്കും. JEE-ലൊക്കെ ടോപ്പ് 2 ഡിജിറ്റ് റാങ്ക് എന്നൊക്കെ പറഞ്ഞ് വലിയ കാര്യമാണ്. അത് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പം എവറി വൺ സ്പോർട്സ് ഉണ്ട്, അവിടെ നല്ല ഫുട്ബോൾ ഉണ്ട്, ടേബിൾ ടെന്നീസ് ഉണ്ട്, എല്ലാ കളികളും ഉണ്ടായിരുന്നു. പക്ഷേ ഓരോ ആൾക്കാർക്ക് ഓരോ ഇൻട്രസ്റ്റ് ആയിരുന്നു. സാറിന് ഏകദേശം എന്തിലായിരുന്നു? ഞാൻ അവിടെ പൊളിറ്റിക്സിലായിരുന്നു. ഞാൻ അവിടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. ഇലക്ഷൻ ആയിരുന്നു. ഫസ്റ്റ് ഇയർ റെപ്പ് ആയിരുന്നു. സെക്കൻഡ് ഇയറിൽ സ്റ്റുഡൻറ് യൂണിയൻ പ്രസിഡന്റ് ആയിരുന്നു. ഓക്കെ, സെക്രട്ടറി, ജനറൽ സെക്രട്ടറി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഹിസ്റ്ററി ഉണ്ട്. അങ്ങനെ അതായിരുന്നു ഹിസ്റ്ററി. അവിടെ വെച്ച് തീർന്നു. അവിടെ വെച്ചിട്ട് ഓക്കെ. ഇപ്പോൾ ഏതൊരു ഇൻഡിപെൻഡൻറ്റ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാൾക്കും ഫസ്റ്റ് ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടായിരിക്കും, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ കുറച്ച് മൂവീസിലൊക്കെ കാണുന്ന പോലെ ചിലപ്പോൾ എവിടേക്കെങ്കിലും പോകുമ്പോഴായിരിക്കും ഒരു സംഭവം കാണുക, എന്നിട്ട് പറയും എനിക്ക് അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്, എനിക്ക് അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി കാണുന്നുണ്ട്, അതെനിക്ക് ഫില്ല് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ആരെങ്കിലും മോട്ടിവേറ്റ് ചെയ്തിട്ടാണോ? എങ്ങനെയാണ് ഒരു ഇൻഡിപെൻഡൻറ്റ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ള ഡിസിഷനിലേക്ക് എത്തുന്നത്? ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഈ IIM പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ 22 വയസ്സ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ IIM പഠിച്ചുകൊണ്ട് ഞങ്ങളുടെ ഫ്ലോറിലെ 7 പേര് അല്ല 6 പേരായിരുന്നു എൻ്റെ ബാച്ചിൽ നിന്നുണ്ടായിരുന്നു. അതിൽ 3 പേര് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പല ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരു മോട്ടിവേഷനായിരുന്നു സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. രണ്ടാമതെന്ന് വെച്ചാൽ നമ്മുടെ IIM തന്നെ 2 വർഷത്തേക്ക് ക്യാമ്പസിൽ തിരിച്ചു വരാം, പ്ലേസ്മെൻറ്റിൽ ഇരിക്കാം, ജോലിയൊന്നും ഇത് ബിസിനസ് ഒന്നും സെറ്റ് ആയില്ലെങ്കിൽ എന്നുള്ള രീതിയിൽ അത് തോന്നുന്നു. പ്ലേസ്മെൻറ്റ് പുറത്ത് പോയി ചെയ്യാൻ എപ്പോഴും പാടാം. ക്യാമ്പസിലാകുമ്പോൾ എല്ലാ കമ്പനി ഇൻ്റർവ്യൂവിന് വരുന്നുണ്ട്, നമുക്ക് അറിയില്ല, അല്ലെങ്കിൽ ഏത് കമ്പനിക്ക് ജോബ് വേക്കൻസികളൊന്നും അറിയത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 13 പേര് ഓപ്റ്റ് ഔട്ട് ചെയ്തു. അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. ഈ പെർട്ടിക്കുലർ ബിസിനസ്സിൽ വരാൻ കാരണം വെച്ചാൽ നമുക്ക് ഫാർമസി ആയിട്ട് ഒരു എക്സ്പോഷർ ഉള്ളതുകൊണ്ട് ചെറുപ്പം തൊട്ടേ കടയിലൊക്കെ നിന്നേക്കുന്നുണ്ട്, മെഡിക്കൽ ഷോപ്പിൽ നിന്നേക്കുന്നുണ്ട്. നമ്മൾ മെഡിക്കൽ ഷോപ്പ് ചെയ്യാൻ തുടങ്ങാന്ന് പറഞ്ഞാണ് വന്നത്. പക്ഷെ അത് കോംപ്ലിക്കേറ്റഡ് ആണെന്ന് മനസ്സിലാക്കിയതോടെ ഞാൻ ഫാർമ സ്പെഷ്യാലിറ്റി ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാർട്ട് ചെയ്തു. എന്ന് വെച്ചാൽ ഡയാലിസിസും 2007 ഡയാലിസിസും ട്രാൻസ്പ്ലാന്റും കഴിയുമ്പം കുറേ മെഡിസിൻസ് എല്ലാ മാസം വേണം. ആ മെഡിസിൻസ് സപ്ലൈ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു പേഷ്യൻസിന് ഡയറക്റ്റ്ലി. ഫസ്റ്റ് എങ്ങനെ എന്തെങ്കിലും ചാലഞ്ചസ് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈമിൽ? നല്ലോണം ഫേസ് ചെയ്യുമല്ലോ. എന്ന് വെച്ചാൽ നമുക്കൊരു കമ്പനി നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ തരേണ്ട ആവശ്യമില്ല, ഓൾറെഡി ഒരു സെറ്റ് ചാനൽ ഉണ്ടാവും. നമ്മളൊരു പുതിയൊരു ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് വരുമ്പോൾ അവർ നമുക്ക് എന്തിനു തരണം എന്ന് അവർ ചോദിക്കുന്നതിന് ലോജിക് ഉണ്ട്. അപ്പം ഞാൻ നേരിട്ട് പോയിട്ട് ഡോക്ടേഴ്സിനെ കാണാൻ തുടങ്ങി. അപ്പോൾ ഡോക്ടേഴ്സ് കാണാൻ നമുക്ക് കുറേ കൂടെ സംസാരിക്കാൻ പറ്റും. അവർ കുറച്ച് ഹെൽപ്പ് ചെയ്യാൻ ആദ്യം തുടങ്ങി, കുറച്ച് സമയം എടുത്തെങ്കിലും. അതിലുപരി ഞങ്ങൾ ഒരു പേഷ്യൻറ്റിനെ കിട്ടിയാൽ പിന്നെ ആ പേഷ്യൻറ്റിനെ വെച്ചിട്ട് നമ്മൾ വേറെ പേഷ്യൻസിൻ്റെ റെഫറൻസ് ചോദിക്കാൻ തുടങ്ങി. എന്ന് വെച്ചാൽ ഇതിലെല്ലാം അങ്ങോട്ടും അറിയാവുന്ന ആൾക്കാരാണ്. അങ്ങനെ നമുക്ക് പതുക്കെയാണ് അത് ബിൽഡ് ചെയ്തത്. ഞാൻ നേരത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ അതിൽ നമ്മൾ ഓപ്പർച്യൂണിറ്റി ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളൊരു പോയിന്റ് ഞാൻ പറഞ്ഞായിരുന്നു. ഇപ്പോൾ അത് എത്രത്തോളം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും? അതായത് ഇപ്പോൾ ഒരു പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ കണ്ടെത്തുമ്പോഴാണ് ഒരു പ്രോപ്പർ സ്റ്റാർട്ടപ്പ് ഉണ്ടാവുക എന്നുള്ളത് ഞാനൊരു പോഡ്കാസ്റ്റിൽ കേട്ടിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ സ്വിഗ്ഗി, സൊമാറ്റോ പോലുള്ളൊരു പ്ലാറ്റ്ഫോം നമുക്ക് അടുത്ത് ഹോട്ടൽസ് ഉണ്ട്, ഗ്രോസറി ഷോപ്സ് ഉണ്ട്, പോയി വാങ്ങാവുന്ന കാര്യമുള്ളൂ നമുക്ക്. പക്ഷേ അത് പോയി വാങ്ങുക എന്നുള്ളതൊരു ചെറിയ പ്രോബ്ലം ആണ് എന്ന് അവർ മനസ്സിലാക്കി ആ ഒരു പ്രോബ്ലത്തിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കുകയാണ് അവർ ചെയ്തത്. അപ്പോൾ അത് നല്ലൊരു സ്റ്റാർട്ടപ്പായിട്ട് അവർക്ക് മാറാൻ പറ്റും. അതേപോലെ നമ്മളൊരു പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുമ്പോൾ ഒരു പ്രോപ്പർ സ്റ്റാർട്ടപ്പ് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. അതേപോലെ ഒരുപാട് പ്രോബ്ലംസ് ഇന്നും നമ്മുടെ ചുറ്റിലുണ്ട്. നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നിടത്താണ് നമ്മുടെ വിജയം എന്ന് ഞാനൊരു പോഡ്കാസ്റ്റിൽ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ സാർ അത് എത്ര ശതമാനം യോജിക്കുന്നു അതിനോട്? ഡെഫിനറ്റ്ലി അങ്ങനെ ചെയ്യുമ്പോഴാണ് വളരെ വലിയ സ്റ്റാർട്ടപ്സ് ആവുന്നത്. എന്ന് വെച്ചാൽ നമ്മളൊരു ഓപ്പർച്യൂണിറ്റി കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് പോയി ചെയ്ത് കഴിഞ്ഞാലും നടക്കും.
ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങുന്നതിൻ്റെ അകത്ത് വേറെ ഓപ്പർച്യൂണിറ്റി ഇല്ല, ആൾക്കാർക്ക് വിശക്കുന്നുണ്ട് കഴിക്കാം. അതെ അതെ. അല്ലെങ്കിൽ ഒരു ചെറിയൊരു എന്താ പറയുക ഒരു മെഡിക്കൽ ഷോപ്പ് തുടങ്ങുന്നതിൻ്റെ അകത്ത് അങ്ങനെയല്ലല്ലോ. അപ്പോൾ അങ്ങനെ ആവാം. ഇറ്റ് ഡിപ്പെൻസ് ഓൺ സ്കോപ്പ്. ഇപ്പം ഭയങ്കര ഒരു പ്രോബ്ലം കണ്ട് സോൾവ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അങ്ങനെ ഔട്ട്ലയറായിട്ട് സക്സസ് ആവുന്ന ആൾക്കാരും ഉണ്ട്. ഡെഫിനറ്റ്ലി ഒരു പ്രോബ്ലം ഉണ്ടാവണം. അപ്പോൾ നമ്മൾ പോയ ഈ സെഗ്മെൻറ്റിൽ പേഷ്യൻസിന് മരുന്നിന് ഒരു മാസം 10,000 രൂപയ്ക്ക് വേണമായിരുന്നു. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് മാക്സിമം വില കുറച്ച് കൊടുക്കാനായിട്ട് നമുക്ക് ചെറിയ മാർജിൻ എടുത്താലും നമുക്ക് കിട്ടും. അപ്പം അതും പ്ലസ് ചിലപ്പോൾ അവരൊരു 4 മരുന്നുണ്ടെങ്കിൽ 3 ഡിഫറെൻറ്റ് ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ അടുത്ത് പോയി മേടിക്കണം ഹോൾസെയിൽ റേറ്റ് കിട്ടാനായിട്ട്. അപ്പോൾ നമ്മളത് അഗ്രിഗേറ്റ് ചെയ്ത് സിംഗിൾ ആൾക്ക് കൊടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ആൾക്കാർക്ക് എളുപ്പമായി. അപ്പോൾ ആദ്യം നമുക്ക് ഈ ബാക്കി 2 കമ്പനികളും നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് 100 രൂപയുടെ സാധനം മേടിച്ചിട്ട് 200 MRP 150 MRP എന്ന് വെച്ചു 100 മേടിച്ചിട്ട് 100 തന്നെ വിൽക്കും. ദാറ്റ് കസ്റ്റമർ വുഡ് ഹവ് ഗോട്ട് ഓൾ ദ പ്രൊഡക്ട്സ് ഫ്രം അസ്. അങ്ങനെയൊക്കെ നമ്മൾ ആദ്യം ചെയ്താണ് കസ്റ്റമറിൻ്റെ ഒരു പെയിൻ പോയിന്റ് സോൾവ് ചെയ്യണം. അത് ഡെലിവറി മനസ്സിലാക്കിയിട്ട് അതിനുള്ളൊരു ഒരു സൊല്യൂഷൻ നമ്മൾ കൊടുക്കുമ്പോഴാണ് എന്തെങ്കിലും നമ്മൾ എക്സ്ട്രാ കൊടുത്താലല്ലേ നമ്മുടെ അടുത്ത് വരേണ്ട ആവശ്യമുള്ളൂ. നമുക്കൊരു യൂണിക് സെല്ലിംഗ് പോയിന്റ് ഉണ്ടാവണം ഏതൊരു ബിസിനസ്സിനാണെങ്കിൽ പോലും. പ്രൈസ് കൊടുക്കണം, പക്ഷെ പ്രൈസ് മാത്രമായിട്ട് കാര്യമില്ലായിരുന്നു. എന്ന് വെച്ചാൽ പ്രൈസ് ആർക്കും ബീറ്റ് ചെയ്യാം. പൈസ കൂടുതലുള്ളവന് വന്നിട്ട് നഷ്ടത്തിൽ മിക്കാലോ. നമുക്ക് അത് മാത്രം കാര്യമില്ല, അതും വേണം. മാച്ച് പ്രൈസസ് ബട്ട് സർവീസസ് ഹൗ വി ട്രൈ ടു ബീറ്റ് അതർ പീപ്പിൾ ഓർ അതർ ക്രിയേറ്റ് എ സ്പേസ്. ഓക്കെ. അപ്പോൾ ഏതൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കെയോട്ടിക് ഫേസ് ഉണ്ടായിരിക്കും. അതിന് ഫസ്റ്റ് തന്നെ ഒരു ബിസിനസ് ഫസ്റ്റ് തന്നെ സ്മൂത്തായിട്ട് അതിൻ്റെ പ്രൈം ടൈമിലോട്ട് എത്താൻ പറ്റില്ല. ഫസ്റ്റ് തന്നെ അതിന് ഒരുപാട് ചാലഞ്ചസ് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും, ഒരുപാട് കെയോസ് ഫേസ് ചെയ്യേണ്ടി വരണം. ആ കെയോസൊക്കെ മറികടന്നിട്ട് അത് എല്ലാം സോൾവ് ചെയ്ത് വരുന്നിടത്താണ് ഒരു യഥാർത്ഥ ഒരു എൻ്റർപ്രണർ ജനിക്കുന്നത് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ അതേപോലെ എന്തെങ്കിലും കെയോസ് ഫേസ് ചെയ്തിട്ടുണ്ടോ അത് സ്റ്റാർട്ടിങ് ടൈമിൽ? ഈ സാറിൻ്റെ ബിസിനസ് സ്റ്റാർട്ടിങ് ടൈമിൽ അത്തരം ചാലഞ്ചസോ നമുക്ക് അത് ഒരു ഫസ്റ്റ് എനിക്ക് തോന്നിയിരുന്നു ഇത് നടക്കില്ല എന്ന് തോന്നിയിരുന്നു ആ ഒരു ചാലഞ്ച് വന്നപ്പോൾ? അങ്ങനെ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ തോട്ട് വന്നിരുന്നു ഏതെങ്കിലും ഒരു ടൈമിൽ? ഇല്ല, ആ പ്രോബ്ലം ഇപ്പോഴും ഉണ്ടാവും അറ്റ് ഡിഫറെൻറ്റ് സ്കെയിൽ. അന്നും ഉണ്ടായിരുന്നു. ഇൻ ടേംസ് ഓഫ് നമുക്ക് എന്താണെന്ന് വെച്ചാൽ അന്ന് 22-21 വയസ്സാകുമ്പോൾ നമ്മൾ ഹയർ ചെയ്യുന്ന സ്റ്റാഫിൻ്റെ അടുത്തൊക്കെ നമുക്ക് ചിലപ്പം കൺട്രോൾ ചെയ്യാൻ നമ്മുടെ ഒരു ടെമ്പറമെൻറ്റ് കറക്റ്റായിന്ന് വരില്ല. ആസ് യു മെച്യൂർ യു ബിക്കം ബെറ്റർ. അപ്പോൾ ആ ഒരു ടീമിനെ മാനേജ് ചെയ്യുന്ന സ്കിൽസ് നമുക്കുണ്ടോ, അല്ലെങ്കിൽ നമുക്കൊരു ടീം ബിൽഡ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഇനീഷ്യലി പാടായിരുന്നു. പക്ഷേ എൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്, അവർക്കൊക്കെ നല്ല രീതിയിൽ ടീം ബിൽഡ് ചെയ്യാൻ അറിയാം. പക്ഷെ നമ്മുടെ ടീം ബിൽഡിംഗ് ഇപ്പം കുറേയൊക്കെ ബെറ്റർ ആയെങ്കിലും അന്നൊക്കെ നമ്മൾ ഭയങ്കര വീക്കായിരുന്നു ഇനീഷ്യൽ സ്റ്റേജിൽ. സോ അതായിരുന്നു ഒരു കെയോട്ടിക് ഫേസ് എന്ന് പറയുന്നത്. നമ്മളെന്ന് പറഞ്ഞാൽ എമർജൻസി മെഡിസിൻസ് കൊടുക്കുന്ന ബിസിനസ് ആയിരുന്നല്ലോ അന്ന്. എന്തെങ്കിലുമൊക്കെ ഒരു എറർ പറ്റിക്കഴിഞ്ഞാൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. ഹോസ്പിറ്റലിൽ വിളിച്ചിട്ട് നമ്മൾ തിരുവനന്തപുരത്ത് എത്തിക്കേണ്ട മരുന്ന് എത്തിച്ചില്ലെങ്കിൽ ഇന്ന് ഇവിടെ നിന്ന് എനിക്കിപ്പോൾ ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനത്തെ എറേഴ്സ് ഇടയ്ക്ക് നടക്കും. അപ്പോൾ അതിനെന്തെങ്കിലുമൊക്കെ സൊല്യൂഷൻ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ടാക്സിയിൽ മരുന്ന് വിട്ടിട്ടുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും അന്ന് ചെയ്തിട്ടുണ്ട്. അപ്പം യു ഹാവ് ടു പ്രോബ്ലത്തിന് സൊല്യൂഷൻ ഉണ്ടാക്കലാണ് ഒരു ഓണ്ടർപ്രണർ. ഒരു മെയിൻ പ്രോബ്ലം കണ്ടുപിടിച്ചാൽ സോൾവ് ചെയ്യുന്നതിന് മാത്രമല്ല എല്ലാ ദിവസവും പ്രോബ്ലംസും ക്വിക്കായിട്ട് സോൾവ് ചെയ്യുന്നതിലാണ് നമ്മൾ സക്സസ് ആവാൻ ചാൻസ് ഉള്ളത്. ഇപ്പോൾ നമ്മളൊരു ഫേസ് എന്ന് പറഞ്ഞു, ഒരു ചാലഞ്ച് എന്ന് പറഞ്ഞു. ഇപ്പോൾ അടുത്ത് എല്ലാവരും ഒരേപോലെ ഫേസ് ചെയ്തൊരു ചാലഞ്ചാണ് ഈ COVID-19 എന്നുള്ളൊരു സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഈ COVID-19 എന്ന് പറയുന്നത് ഒരേ ടൈം കുറച്ച് ആളുകൾക്ക് അതൊരു ഹീറോ സംഭവമാണ്. കോവിഡ് എന്ന് പറയുന്നത് ഒരു ഹീറോയിക് സംഭവമാണ്, അല്ലാത്തവർക്കൊരു വില്ലനുമാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് COVID-19 എന്ന് പറയുന്നത് ആ ടൈമിൽ ഇൻവെസ്റ്റ് ചെയ്തവർക്ക് അതൊരു ഹീറോയിക് ഫേസ് ആണ്. ലൈക്ക് അന്ന് 80 രൂപയുള്ള ഷെയറൊക്കെ ഇന്ന് ഒരു 900 ആ ലെവലിലൊക്കെ എത്തി നിൽക്കുന്ന ഷെയറുകളുണ്ട്. അപ്പോൾ അന്ന് ഇൻവെസ്റ്റ് ചെയ്തവർക്ക് കോവിഡ് ടൈം എന്ന് പറയുന്നത് ഒരു ഹീറോയിക് ടൈമാണ്. അതേപോലെ ഈ റീറ്റെയിൽ സെല്ലേഴ്സിന് കോവിഡ് ടൈം എന്ന് പറഞ്ഞൊരു വില്ലൻ എറയും കൂടിയാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ സാറിന് ഈ കോവിഡ് എന്ന് പറയുന്ന ഒരു ഹീറോ ആണോ അതോ വില്ലനായിരുന്നു സാറിൻ്റെ ബിസിനസ്സിൽ? ഞങ്ങൾ ഫാർമ ബിസിനസ്സിലായതുകൊണ്ട് ആ സമയത്ത് ഞങ്ങൾക്ക് വേറെ സ്റ്റോപ്പേജ് ഒന്നും വന്നില്ല. സെയിൽ ആവശ്യത്തിന് നടന്നിരുന്നു. അത് നല്ലതായിരുന്നു ഫ്രം എ ഫാർമ ഡിസ്ട്രിബ്യൂഷൻ പോയിന്റ് ഓഫ് വ്യൂ. പക്ഷേ ഹീൽ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് എന്ന് ഞങ്ങൾക്കുണ്ട്. ആ ബ്രാൻഡ് ഉണ്ടായത് തന്നെ ഈ കോവിഡ് സമയത്ത് സാനിറ്റൈസർ വെച്ചിട്ടാണ്. അപ്പോൾ അതൊരു ഈ കോവിഡിന് ഇല്ലായിരുന്നെങ്കിൽ അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാവില്ലായിരുന്നു. അത് നല്ലതോ ചീത്ത വേറെ കഥ. പക്ഷേ ആസ് ഇൻ ടുഡേ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഇറ്റ് ഇസ് ഡൂയിങ് വെൽ. പക്ഷേ അന്ന് നമുക്കറിയില്ല കോവിഡ് എത്ര നാളുണ്ടാവുമെന്ന്. പക്ഷെ നമ്മളതൊരു ബ്രാൻഡായിട്ട് ലോഞ്ച് ചെയ്തു. A lot of luck is involved. So it started doing reasonably well, and then we launched other products. So COVID was a hero in your thing? No, if I go back, I would still say we shouldn't have had COVID. I mean, I would not wish for COVID. Nobody wishes. But something happened. There was an opportunity. We tried to do something. That's all. Opportunity correct assess ചെയ്തിട്ട് അത് lot of luck, I would say. Yeah, we tried to do something. It worked. Okay. A lot of people tried to do some things. It might not have worked also. We were lucky partly. And yes, we took some decision to do something. That's when you get lucky. You don't get lucky by not doing anything. സോ ലക്ക് മാത്രം പോരാ, ആ ടൈമിൽ നമ്മൾ ഡിസിഷൻ കൂടി കറക്റ്റായിരിക്കണം എന്നാണ്. അതെ, ബാങ്കിൽ FD ഇട്ടാൽ മാത്രം പോരാ, കുറച്ച് ഷെയറിൽ ഇട്ടിരുന്നെങ്കിലല്ലേ ആ പൈസ കിട്ടുള്ളൂ. അപ്പോൾ അത് ഇടാതെ നമ്മൾ പൈസ ഇട്ടോ ലക്കി എന്ന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ.
പോകാനും പറ്റുമായിരുന്നു. ഇൻ ഹൈൻസൈറ്റ് എവറി വൺ ക്യാൻ ബി ലക്കി ഓർ അൺലക്കി, ബട്ട് ദാറ്റ് ഇസ് നോട്ട് ഹൗ ഇറ്റ് ഇസ് വെൻ യു ടേക്ക് ദ ഡിസിഷൻ അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം. ഓക്കെ. സോ ആ ഒരു ഇഫ് ഐ എം നോട്ട് റോങ് സാർ, ആ ഒരു ടൈമിൽ തന്നെയാണ് ഹീൽ എന്നുള്ള ബ്രാൻഡ് കേരള ബ്ലാസ്റ്റേഴ്സ് സ്പോൺസർ ചെയ്യുന്നത്, ലൈക്ക് 2021 സ്പോൺസർ ചെയ്യുന്നത്. സ്പോൺസർ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഡിസിഷനെ ഇപ്പോൾ എങ്ങനെ നോക്കിക്കാറുന്നു? കാരണം ഇറ്റ് വാസ് കൈൻഡ് ഓഫ് റിസ്കി ബിക്കോസ് ആ ഒരു കോവിഡ് പീരീഡാണ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ആ ഒരു ബ്രാൻഡ് എക്സസൈസ് അപ്പോൾ നടത്തുന്നത് ഇപ്പോൾ എങ്ങനെ നോക്കി കാണുന്നു ആ ഒരു? എനിക്ക് മാർക്കറ്റിങ്ങും ബ്രാൻഡിങ്ങിനെ പറ്റി ഒന്നും അന്ന് അറിയില്ലായിരുന്നു. ഇപ്പോൾ അധികം അറിയാമെന്നല്ല, എന്നാലും അന്നത്തെ വെച്ച് നോക്കുമ്പോൾ കുറേ അറിയാം. അപ്പം നമുക്കൊന്നും അറിയാത്തതുകൊണ്ട് കുറേ റാൻഡമായിട്ട് ചെയ്ത ഡിസിഷൻസ് ആണ്. ഒന്ന് കുറേ ഔട്ട്ഡോർ, ഒന്ന് കേരള ബ്ലാസ്റ്റേഴ്സ്, സഞ്ജു സാംസൺ സ്പോൺസർ ചെയ്ത് നമ്മൾ വെൽനസ് കമ്പനി ആയതുകൊണ്ട് ഹെൽത്തും വെൽനസ് റിലേറ്റഡ് ആയിട്ട് ചെയ്യണം എന്നുള്ള തോട്ട് പ്രോസസ് ചെയ്താണ്. ബട്ട് നൗ വെൻ ഐ ലുക്ക് ബാക്ക്, ഇറ്റ് വാസ് എ ഗ്രേറ്റ് ഡിസിഷൻ വി ഡിഡ് ഫോർ 1 year. So we are not a very large brand like there was Muthoot and Byju's after us and Muthoot before us. ആ ലെവലിലുള്ള ഒരു ബ്രാൻഡ് ഒന്നും അല്ല നമ്മൾ. അപ്പം ആ ലെവലിലെ ബ്രാൻഡിന് വർഷങ്ങളോളം ചെയ്ത് കഴിഞ്ഞാൽ ബെനിഫിറ്റ് കിട്ടും. നമ്മുടെ ഒരു അൺനോൺ ബ്രാൻഡിന് ഒരു 1 year ചെയ്ത് കിട്ടിയ ബെനിഫിറ്റ് ഭയങ്കര ഹൈ ആണ്. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ചെയ്യുമ്പം അത്ര ഇൻക്രിമെൻ്റൽ ബെനിഫിറ്റ് നമുക്ക് കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്തില്ല. ബിക്കോസ് വി ഗോട്ട് എ കോവിഡ്, let's say COVID discount that year. So it made sense for us that year. I don't regret it. I think it was a good decision. Good decision for us. Okay. But I think not continuing was also a good decision because we got what value we needed as a small brand and it worked for us. അപ്പോൾ എന്താണ് ഉദ്ദേശിച്ചത് കിട്ടി ആ ബ്രാൻഡിങ്ങിൽ നിന്ന്? എന്താ ഉദ്ദേശിച്ചെന്ന് എടുത്ത സമയത്ത് എനിക്കിപ്പോൾ അറിയില്ല എന്താ ഉദ്ദേശിച്ചെന്ന്. പക്ഷേ ഇപ്പം നോക്കുമ്പോൾ നന്നായി തോന്നുന്നുണ്ട്. ഓക്കെ. അപ്പോൾ സാർ ഇപ്പോൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും റീറ്റെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ബ്രാൻഡ് ലോയൽറ്റി ബിൽഡ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ഓൺലൈൻ ആണോ ഓഫ്ലൈൻ ആണോ റീറ്റെയിൽ ആയിട്ട്? നമ്മുടെ ഒരു സെയിൽസ് ഞങ്ങൾ ആക്ച്വലി ഇച്ചിരി ഡിഫറെൻ്റ് ആണ്. ഈ സമയത്ത് തുടങ്ങിയ ഒരു കമ്പനികളിൽ ഓഫ്ലൈനാണ് 98% ക്വിക്ക് കോമേഴ്സ് കൂട്ടുവാണെങ്കിൽ ഒരു 3-4% അതിലുണ്ട്. അല്ലെങ്കിൽ നമ്മൾ 98-99% ഞങ്ങളുടെ ഓഫ്ലൈൻ ബിസിനസ്സാണ്. പക്ഷേ ഓൺലൈൻ ഡിജിറ്റൽ മാർക്കറ്റിങ്ങോ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഇല്ലാതെ ഇനി ഫ്യൂച്ചർ ഇല്ല, ഇൻഫ്ലുവൻസറോ അല്ലെങ്കിൽ എന്തുണ്ടെങ്കിലും. അപ്പം അത് നമ്മളെല്ലാം ഓൺലൈനിലാണ് നമ്മുടെ നല്ലൊരു സ്പെൻഡ് പോയിക്കൊണ്ടിരുന്നത്. വേരിയസ് ഓൺലൈൻ മീഡിയംസ്, ഇറ്റ് ക്യാൻ ബി മെറ്റ, ഇറ്റ് ക്യാൻ ബി Google, it can be on Amazon ads at that point of time, then it could be YouTube, it could be influencer, എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ഇരിക്കുന്നുണ്ട്. ഇപ്പം കുറച്ചു ബിക്കോസ് ഞങ്ങളൊരു പ്രോഫിറ്റബിലിറ്റി ഡ്രൈവിലേക്ക് പോയി. നമ്മൾ ഇൻവെസ്റ്റർ ഫണ്ടഡ് ഒന്നുമല്ല, കുറച്ച് ഏഞ്ചൽ. ഒരു ബ്രാൻഡ് ലോയൽറ്റി എന്നുള്ളൊരു ആംഗിൾ ചിന്തിക്കുകയാണെങ്കിൽ ആളുകൾക്ക് പിന്നെയും റീകോൾ വരാൻ സാറിന് ഒരു FMCG സെക്ടർ ആയി. ഇതിന് ശരിക്കും വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓഫ്ലൈൻ ബിസിനസ്സിൽ കുറേ നമ്മൾ ബ്രാൻഡിനെ പറ്റി പറയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ കുറേ ആഡ് ചെയ്യുമ്പോൾ ആൾക്കാരുടെ തലയിൽ കുറച്ച് കയറും. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇത് പ്രൊഡക്റ്റ് ഷെൽഫിലുണ്ടെങ്കിൽ, സ്റ്റോറി ചെല്ലുമ്പോൾ ഷെൽഫിലുണ്ടെങ്കിൽ തന്നെ ഒരു പകുതി ജോബ് ഡണ്ണാണ്. ഷെൽഫിലില്ലാതെ എത്ര ബ്രാൻഡ് ബിൽഡ് ചെയ്തിട്ടും കാര്യമില്ല. സെക്കൻഡ് എന്ന് വെച്ചാൽ പ്രൊഡക്റ്റ് നല്ല ക്വാളിറ്റി ആണെങ്കിൽ റിപ്പീറ്റ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അത് കാര്യം ചെയ്യണം. എന്ന് വെച്ചാൽ ബ്രാൻഡ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കാം, പക്ഷേ ദെൻ how it's a long process, so we are still doing that. Maybe in 10-15 years if 2 products are kept, our product is likely to be picked among many AB classification. But it takes a long time to build the brand. We are slowly building it, but we also have to be profitable. അപ്പോൾ നമ്മൾ അതും നോക്കിയേ ചെയ്യണം. ഓക്കെ. ഇപ്പോൾ ഹീൽ എന്ന് പറയുന്ന ബ്രാൻഡിൽ ഏകദേശം എത്ര എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ടാവും? ഹീൽ എന്ന് പറഞ്ഞ ബ്രാൻഡിൽ we've kept it very light. At one point in time we had more. Now we have around 40 employees including promoters. 40 employees ഉള്ളൂ. എത്ര മാക്സിമം വരെ എത്തിയിട്ടുണ്ട് എംപ്ലോയീസിൻ്റെ ഒരു റേഞ്ച് എന്ന് പറയുന്നത്? 55-60 വരെ പോയതാണ്. നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മൾ ഫോക്കസ്ഡ് ആയിട്ട് ബിസിനസ് ചെയ്തു. ടേൺ ഓവർ ഒന്നും ഡ്രോപ്പ് ഇല്ല, പക്ഷേ ഇത്രയും വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഒരു വലിയ ടീം തന്നെ ഉണ്ട് പറയുകയാണെങ്കിൽ. നമ്മുടെ ഫാർമ ഡിസ്ട്രിബ്യൂഷനിൽ 420 എംപ്ലോയീസ് ഉണ്ട്. അതാണ് മച്ച് ലാർജർ ടീം. ഓക്കെ. ഹീലിൽ നമുക്ക് 40 പീപ്പിൾ വെച്ചിട്ട് നമുക്കിതൊരു ലാർജർ അക്കൗണ്ട്സ് ഹാൻഡ്ലിംഗ് അല്ല. ഇപ്പോൾ സ്വിഗ്ഗി ഇൻസ്റ്റമാർട്ടിന് കൊടുക്കണമെങ്കിൽ ടീം പോലും വേണ്ട, ഓട്ടോമേറ്റഡ് ഓർഡർ വരും, നമ്മൾ സപ്ലൈ ചെയ്യും. സെപ്റ്റോയിൽ കൊടുക്കുന്നതിന് അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമുക്കൊരു ടീമിൻ്റെ റിലവൻസ് അധികം വരുന്നില്ല. നമ്മൾ കൊടുക്കേണ്ടേ ഉള്ളൂ. ഒരു മെയിൻ കീ ആയിട്ടുള്ള ഒരു 4-5 പേര് വേണം. ബാക്കി കുറേ ഓപ്പറേഷണൽ ആൾക്കാർ, വെയർ ഹൗസും അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ മതി. ഓക്കെ. അപ്പോൾ ഡിസ്ട്രിബ്യൂഷനാണ് കുറേ ആളുകൾ, ഈ 420 എംപ്ലോയീസ് കൈൻഡ് ഓഫ് ഡിസ്ട്രിബ്യൂഷനാണ് കൂടുതൽ ആൾ. അപ്പോൾ ആ ഒരു ടീം, ഒരു കോർ ടീമിന് എന്തൊക്കെയാണ് സർ നോക്കുന്നത് ഒരു കോർ ടീം ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്? കോർ ടീം ബിൽഡ് ചെയ്യാനായിട്ട് എപ്പോഴും ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന ആൾക്കാരുണ്ട് ഇൻ്റർവ്യൂവിലൊക്കെ. അതെനിക്ക് അറിയില്ല എത്രത്തോളം നല്ലതാണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. മേ ബി ദേ ആർ ഗുഡ്, മേ ബി ദേ നോട്ട്. അപ്പോൾ ജോബിൽ പോലെ തന്നെ അറിയാൻ പറ്റുള്ളൂ. സോ വി ഹവ് മോസ്റ്റ് ഓഫ് അവർ കോർ ടീം, in fact almost all have been groomed internally and have been promoted. We have not had too many lateral hires. ഹീലിലെ ഹെഡ് ഓഫ് സെയിൽസ് ഒക്കെ വന്നത് ഫസ്റ്റ് ഹയർ തന്നെ നമ്മളൊരു എടുത്തതാണ്. അപ്പോൾ ഗ്രൂം ചെയ്ത് വന്നല്ലെങ്കിൽ നമ്മൾ എടുത്തപ്പോൾ തന്നെ അങ്ങനെയാണെങ്കിൽ ITC ഒക്കെ വന്ന ആൾ എടുത്തേക്കുന്നത് ലാറ്ററലി ആണെന്ന് പറയാൻ വേണമെങ്കിൽ. പക്ഷെ അല്ലെങ്കിൽ മൊത്തത്തിൽ നമുക്ക് എല്ലാം ഇന്റേണലി തന്നെ വന്ന ടാലൻ്റ് ആണ്. സോ നോബഡി മൈറ്റ് സൗണ്ട് വെരി സൊഫിസ്റ്റിക്കേറ്റഡ്, ബട്ട് ദേ ആർ വെരി എഫക്റ്റീവ് ആൻഡ് ദേ ആർ വെരി ഗുഡ്.
ഓക്കെ. അപ്പോൾ സാർ ഫസ്റ്റ് പറഞ്ഞ ഇൻ്റർവ്യൂവിൽ കുറേ സംസാരിക്കുന്ന ആളുകൾക്ക് അതെനിക്ക് കറക്റ്റായിട്ട് മനസ്സിലായില്ല. എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു നല്ലൊരു നമ്മൾ ലാറ്ററലി ഹയർ ചെയ്തിട്ടുണ്ടല്ലോ. ഇപ്പം നമ്മളൊരാളുടെ ഒരു ജോലിയിൽ നിന്ന് നമ്മൾ ആൾ എവിടെയെങ്കിലും നല്ലൊരു ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ആളായിരിക്കാം. അപ്പോൾ ആളുടെ നമ്മൾ ഇങ്ങോട്ട് എടുക്കുമ്പോൾ ഇവിടെ ഫിറ്റ് ആയില്ലെങ്കിൽ പറഞ്ഞു വിടാൻ ഭയങ്കര ടഫല്ലേ. അതെ അതെ. നമ്മളിങ്ങനെ ഇൻവോൾവ് ആയിട്ടുള്ളൊരു ബിസിനസ് നമ്മളിപ്പോൾ മാറി നിന്ന് വേറെ ആരെങ്കിലും പറഞ്ഞു കൊടുക്കുന്ന പോലെ അല്ലല്ലോ. അപ്പം ആ ഇൻ്റർവ്യൂവിൽ ചിലപ്പോൾ നല്ല പെർഫോമൻസ് ആയിരിക്കും. പക്ഷെ നമുക്ക് വേണ്ട ആ ഔട്ട്പുട്ട് ഫോർ വേരിയസ് റീസൺസ് മേ ബി ദ ഓർഗനൈസേഷൻ ഡസ് നോട്ട് സപ്പോർട്ട് ഇൻ ദ വേ ഹി വാണ്ട്സ് ഇറ്റ് ടു. അപ്പം അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പം വർക്ക് ആയില്ല എന്ന് വരാം. ഓക്കെ. അത് വർക്ക് ആവാത്തതിൻ്റെ കാരണം ഇൻ്റർവ്യൂവിൽ നമ്മൾ എക്സ്പെക്ടേഷനും ചിലപ്പം നമുക്ക് ഇൻ്റർവ്യൂവിൽ ഒരിക്കലും സ്കിൽസ് ഇല്ല വിട്ട് നമുക്ക് ചിലപ്പം പറ്റിയെന്ന് വരില്ല. കോഡിംഗ് ആണെങ്കിൽ ചിലപ്പോൾ ഇൻ്റർവ്യൂവിൽ മനസ്സിലാക്കാൻ പറ്റും. പ്രാക്ടിക്കലി വരുമ്പോൾ പ്രാക്ടിക്കലി സെയിൽസ് മാർക്കറ്റിങ്ങിലൊക്കെ നമുക്ക് പറയാൻ പറ്റിയില്ല എന്ന് വരും. എഫക്റ്റീവ്നെസ് കെ നോട്ട് ഓൾവേസ് ബി മെഷർഡ് ഇൻ ഇൻ്റർവ്യൂ. ഓക്കെ. അപ്പോൾ കേരളത്തിൽ ഒരുപാട് സ്റ്റാർട്ടപ്പ് കൾച്ചറുകൾ വരുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ ഒരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ കേരളത്തിൽ ഇപ്പോഴത്തെ സ്റ്റാർട്ടപ്പ് കൾച്ചറിനെ പറ്റിയിട്ട് സാറിന് എന്താണ് തോന്നുന്നത്? ലൈക്ക് വെർ ഈസ് ഇറ്റ് ഗോയിങ് ഗുഡ്, വെർ ഈസ് ഇറ്റ് ഗോയിങ് ബാഡ്? അങ്ങനെ ആ ഒരു സാർ ഇപ്പോൾ ഒരുപാട് ഇതേപോലത്തുള്ള ഇതിനൊക്കെ പോകുന്നുണ്ട്, ഒരുപാട് ഇതേപോലെ പോഡ്കാസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, അതേപോലെ സബ്മിറ്റുകൾക്ക് പോകുന്നുണ്ട്, ഓൾ റിലേറ്റഡ് ടു ബിസിനസ് ആൻഡ് സ്റ്റഫ്. അപ്പോൾ സാറിന് എന്താണ് തോന്നുന്നത് ഇപ്പോഴത്തെ ഒരു സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിനെ പറ്റിയിട്ട്? സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം നമ്മുടെ കേരള ഗവൺമെൻറ് 2014-15 ആ സമയങ്ങൾ തൊട്ട് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ വെച്ചിട്ടൊക്കെ ഫണ്ടിങ് കൊടുത്തുകൊണ്ടിരിക്കുക, നല്ല രീതിയിൽ ഫണ്ടിങ് കൊടുത്തുകൊണ്ടിരിക്കുക. നമ്മൾ തെലങ്കാനയിലൊക്കെ പോയി കാണുമ്പം അവിടെ ചെയ്തേക്കുന്ന സെയിം തന്നെയാണ് ഇവിടെ അതിന് മുമ്പ് തന്നെ ഇവിടെ ചെയ്തിട്ടുണ്ടാവും. ടി ഹബ് എന്ന് പറഞ്ഞാണ് തെലങ്കാനയിലുള്ള. അപ്പോൾ സോ ഐ വുഡ് റെക്കമെൻഡ് എവറി വൺ ടു ഗോ ആൻഡ് സീ വാട്ട് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഇസ് ഡൂയിങ് ഹിയർ. കുറേ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയേക്കെന്ന് വെച്ചാൽ അവിടെ കുറേ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് നടക്കുന്നുണ്ട്. ശ്രീചിത്രയിൽ തിരുവനന്തപുരത്ത് മെഡിക്കലിൽ അവിടെ കുറേ ഡിവൈസസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, കുറേ കമേഴ്ഷ്യലൈസ് ആവുന്നുണ്ട്. അങ്ങനെ പല പിന്നെ കുറേ പ്രൊഡക്റ്റ് കമ്പനീസ് വരുന്നുണ്ട്. പ്രൊഡക്റ്റ് എന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ ടെക് പ്രൊഡക്ട്സ് മാത്രമല്ല, സാധാരണ കൺസ്യൂമർ പ്രൊഡക്ട്സ്, ചിപ്സ് കമ്പനികൾ, അങ്ങനെ പലതും വരുന്നുണ്ട്. ഞാൻ നോക്കുന്നത് ഇപ്പോൾ വെച്ചാൽ പല ആൾക്കാർക്കും നല്ലൊരു രീതിയിൽ ബെനിഫിറ്റ് എന്താ പറയുക, ഒരു ബിസിനസ് സ്റ്റാർട്ടായി നല്ല രീതിയിൽ ഇക്കോസിസ്റ്റം ബിൽഡായി തുടങ്ങിയിട്ടുണ്ട്. സോ ഐ തിങ്ക് ഇറ്റ് ഈസ് ഗ്രോയിങ്. വാട്ട് ഐ സി ലാക്കിംഗ് ഇസ് maybe people with a lot of money should be more open to supporting and writing checks and give that risk capital. ഓക്കെ. ഒരു ഇൻവെസ്റ്റ്മെന്റ് കൊടുത്തിട്ട് അത് ഫെയിൽ ആവുന്നതിനെ പ്രതീക്ഷിച്ചിട്ട് തന്നെ ചെയ്യുക. ബട്ട് പ്രൊളിഫിക് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആസ് എ സ്മോൾ പെർസെൻറ്റേജ് ഓഫ് യുവർ നെറ്റ് വർത്ത്, മേ ബി 0.5%, 0.25%, 1%, ഡിപ്പെൻഡിങ് ഓൺ വാട്ട് യു വാണ്ട് ടു ഡു, അത് കൊടുക്കുവാണെങ്കിൽ ദ ഹോൾ ഇക്കോസിസ്റ്റം ക്യാൻ, ബിക്കോസ് ഭയങ്കര റിസ്കി ആയിട്ടുള്ള പ്രൊജക്ട്സ് ഫണ്ട് ചെയ്യാനായിട്ട് അങ്ങനെയുള്ള HNIസിന് ആദ്യത്തെ ലെവലിൽ പറ്റുള്ളൂ. അല്ലെങ്കിൽ VCs വരണം, ഏർലി സ്റ്റേജ് VC വരണം. അത് കുറച്ചും കൂടെ കൊടുത്താൽ ചിലപ്പോൾ ഇക്കോസിസ്റ്റം ലോങ് ടേമിൽ ഡെവലപ്പ് ചെയ്ത് ലോങ് ടേം പ്ലേ ആണ്. നാളെ ആവത്തില്ല, 5-6 വർഷം കഴിഞ്ഞിട്ട് ആവത്തുള്ളൂ. ഓക്കെ. അപ്പോൾ മൊത്തത്തിലൊരു ഇത് നോക്കുകയാണെങ്കിൽ സക്സസ് റേറ്റ് എങ്ങനെ ഉണ്ടാവും ഇപ്പോൾ കേരളത്തിലെ ഒരു സ്റ്റാർട്ടപ്പിൻ്റെ ലെവൽ? ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ റിസ്ക് ഓഫ് ദ പ്രോജക്റ്റ്. നോ, ഇഫ് യു ആർ സ്റ്റാർട്ടിങ് എ ചിപ്സ് കമ്പനി ആൻഡ് ഇഫ് യു ആർ റീസണബിളി സ്മാർട്ട്, you are likely to succeed. It's more likely that you would succeed. Like us, if you start a liquid detergent company and you have distribution, you are likely to succeed. If you were to start a medical devices company and try to find out oral cancer using a device and then sell it globally, there's a lot of risk involved. Or if there is an oral saliva patch for cancer patient which somebody is now doing, അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും those are higher risk products wherein your payout is high ബട്ട് കംപ്ലീറ്റ് ഫെയിലിയർ ആവാം. ഓക്കെ. ലിക്വിഡ് ഡിറ്റർജൻറ്റ് എടുത്തിട്ട് എനിക്ക് പൂട്ടിപ്പോകാൻ ഭയങ്കര പാടാണ്, കുറേ മണ്ടത്തരങ്ങൾ കാണിക്കണം. മറ്റേന്ന് വെച്ചാൽ സക്സസ് ആവാനായിട്ട് തന്നെ ഹൈ റിസ്ക് ആണ്, പക്ഷേ ആയിക്കഴിഞ്ഞാൽ ഭയങ്കര ഇതാണ്. അപ്പോൾ അങ്ങനത്തെ പ്രോജക്ട്സ് ഫണ്ട് ചെയ്യാനായിട്ട് ദർ ഷുഡ് ബി മോർ പീപ്പിൾ പൂളിംഗ് ഇൻ ആൻഡ് പുട്ടിംഗ് മണി എന്നാണ് എൻ്റെ ഒരു. ഇൻവെസ്റ്റേഴ്സ് കൂടുതലായിട്ട് വരണം. They should put in money across 25 riskier projects. A lot of people are doing it. I'm not saying nobody is doing it, but it can get better. Yes, okay. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ സ്റ്റാർട്ടപ്പ് കൾച്ചറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് ഒരുപാട് പേർക്ക്, ഇപ്പോൾ ഞാനും ആ ഒരു ഏജിൽ പെടുന്ന ആളാണ്, എനിക്കും എൻ്റെ ചുറ്റിലുള്ള നടക്കുന്ന കാര്യങ്ങൾ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ആളുകൾ ഇപ്പോഴത്തെ ഈ ഇൻസ്റ്റഗ്രാം വീഡിയോസും യൂട്യൂബ് വീഡിയോസിലൊക്കെ ഭയങ്കര ഫ്ലാഷി ലൈഫുകൾ കാണിക്കുന്നുണ്ട്. ലൈക്ക് ബിസിനസ് തുടങ്ങണം, ഒരു 9 to 5 ജോബ് ക്വിറ്റ് ചെയ്യൂ, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യൂ, നിങ്ങളുടെ ലൈഫ് ഫ്രീഡം ആയിരിക്കും, അങ്ങനെയാണ് പറഞ്ഞിട്ട് ഒരു ഒറ്റ മൈൻഡിൽ അവർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ ഫ്യൂച്ചറും കാര്യങ്ങളൊന്നും തിങ്ക് ചെയ്യാതെ. അപ്പോൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് ആളുകൾ പെട്ടെന്ന് തന്നെ അതിനോടുള്ള ഇത് പോവുക, ബിസിനസ്സിൽ ഫസ്റ്റ് തന്നെ എന്തെങ്കിലും ഒരു ചെറിയ തെറ്റ് പറ്റുമ്പോൾ അവർ ഡീമോട്ടിവേറ്റഡ് ആയിട്ട് അവരങ്ങനെ ബിസിനസ് സ്റ്റോപ്പ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഉള്ള ആളുകളോട് സാറിന് കൊടുക്കാൻ പറ്റിയ അഡ്വൈസ് എന്താണ്? ബിസിനസ് എല്ലാവർക്കും ഉള്ളതല്ല. ഇറ്റ് ഈസ് പോസ്റ്റ്പോണിങ് ഓഫ് ടുഡേസ് കൺസംഷൻ ഫോർ spending better later. You have to sacrifice a lot today from consumption point of view, even if you're successful. And many businesses by nature risky, so you could fail. ആ റിസ്ക് ആപ്പറ്റൈറ്റ് എടുക്കാൻ പറ്റുന്നവർ മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ. ഒന്ന്. രണ്ടാമത് ഗാമ്പിൾ ചെയ്യുമ്പം നാട്ടുകാരുടെ നിന്ന് എല്ലാവരുടെയും കടമെടുത്തിട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ഒരു പുതിയൊരു പ്രോജക്റ്റ് തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് ചിന്തിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പൈസ മുഴുവൻ പോയാൽ എനിക്ക് എന്ത് പറ്റും, വിൽ ഐ സർവൈവ്, അത് നോക്കിയിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ അങ്ങനെ നോക്കാതെ ചെയ്യുന്നതും. പ്ലസ് ഐ എം പേഴ്സണലി നോട്ട് ഓൺ ഇൻസ്റ്റഗ്രാം ഓർ ഐ ഡോണ്ട് ഗോ ത്രൂ യൂട്യൂബ് ആൻഡ് ഓൾ ദാറ്റ്. സോ ചില പോഡ്കാസ്റ്റ് കേൾക്കും സ്പോട്ടിഫൈയിലൊക്കെ. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത്
what you see on these things are not necessarily the right stories, because ശരിക്കും ഒരു പൈസ ഇങ്ങനെയുള്ളവർ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അവർ ഈ കോഴ്സസ് വിൽക്കേണ്ട ആവശ്യം അധികമില്ലല്ലോ. ഇല്ല. കുറേ പേരൊക്കെ എൻ്റെ നല്ലതുണ്ടാവും, അങ്ങനെയല്ല. പക്ഷേ ജനറലി സോ വൺ തിങ് ഐ റെഡ് ലാസ്റ്റ് 2 days back is live below your means and learn beyond your means. So we spend a lot of time, me and our friends and all, we spend a lot of time trying to learn and going for different courses. It will be useful somewhere. പഠിച്ചുകൊണ്ടിരിക്കുക എപ്പോഴും. കണ്ടിന്യൂസ് മാനേജ്മെൻറ്റ് എഡ്യൂക്കേഷൻ, മെഡിസിനിൽ പറയും കണ്ടിന്യൂസ് മെഡിക്കൽ എഡ്യൂക്കേഷൻ, CME എന്ന് പറയും. അതുപോലെ നമ്മളെപ്പോഴും പഠിക്കാണ്ടിരിക്കാൻ നോക്കുക. യെസ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരുപാട് കാര്യങ്ങൾ അസസ് ചെയ്യാനുണ്ടാവും. എങ്കിലും നമുക്ക് ഏറ്റവും പെർട്ടിക്കുലറായിട്ട് ഈ കാര്യങ്ങൾ അസസ് ചെയ്തിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുകയാണെങ്കിൽ അത് ഏതൊക്കെ കാര്യങ്ങളായിരിക്കും നമുക്ക് അസസ് ചെയ്യേണ്ടത്? ഒന്ന് വെച്ചാൽ എത്ര ക്യാപിറ്റൽ വേണം, പ്രോഫിറ്റ് അല്ല വർക്കിംഗ് ക്യാപിറ്റലിൽ നിന്ന് അല്ലെങ്കിൽ ക്യാഷ് ഫ്ലോ എന്ന് മനസ്സിലാക്കാൻ പറ്റണം. പ്രോഫിറ്റ് ഉണ്ടെങ്കിലും ക്യാഷ് നെഗറ്റീവ് ആണെങ്കിൽ കുറേ ഫണ്ട് വേണ്ടി വരും, അത് മനസ്സിലാക്കാൻ പറ്റണം. ലോസ് ആണെങ്കിൽ ചിലപ്പോൾ ക്യാഷ് ഉണ്ടാവും, പക്ഷേ ഇവൻച്വലി നമ്മൾ ക്യാച്ച് ചെയ്യും, അത് മനസ്സിലാക്കാൻ പറ്റണം. അപ്പോൾ ക്യാഷ് ഫ്ലോ ഐ തിങ്ക് യു ഷുഡ് അണ്ടർസ്റ്റാൻഡ്. സെക്കൻഡ്, എന്ത് ബിസിനസ് ഉണ്ടെങ്കിലും നമ്മളെപ്പോലത്തെ ബിസിനസ്, നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിൻ്റെ അടുത്തുള്ളതോ അല്ലെങ്കിൽ നമ്മളെപ്പോലത്തെ സെയിം ബിസിനസ് എവിടെയെങ്കിലും ഓൾറെഡി റൺ ചെയ്യുന്നുണ്ടാവും. അവിടെ പോയി നമുക്ക് 2-3 ദിവസം നോൺ കോൺഫ്ലിക്റ്റ് ഇല്ലാത്ത ഒരു ഏരിയയിൽ പോയി സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അല്ലാതെ വെറുതെ കുറച്ച് യൂട്യൂബ് വീഡിയോയും കുറച്ച് ഇൻസ്റ്റാഗ്രാമും കണ്ട് കുറച്ച് എക്സലിൽ കുറച്ച് ഇതും ചെയ്ത് ഒരു whatever ChatGPT ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് മാത്രം ഒരു പ്ലാൻ ഉണ്ടാക്കി ചെയ്താൽ പോരാ. ഗോ ദർ, എക്സ്പീരിയൻസ് ഇറ്റ് ആൻഡ് സീ, ആൻഡ് മേ ബി be part of a similar organization for a week at least to understand what you're doing, rather than just start with no clue and see if this is what you want to do. Not that this will solve everything, but that is മനസ്സിലാക്കുക ആ ഒരു ഇതെന്താ നമ്മളെന്താ ചെയ്യാൻ പോകുന്നുള്ള ആദ്യം തന്നെ ഒരു ഐഡിയ ഉണ്ടാവണം. നമ്മൾ പല പിള്ളേരും ഇപ്പോൾ ഡോക്ടർ ആവണമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഒരാഴ്ചയെങ്കിലും ഒരു ഡോക്ടർ ചേമ്പറിൽ പോയി നിൽക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിന്നിട്ട് വേണ്ട ഡോക്ടർ ആവണമെന്ന് വേണം തീരുമാനിക്കാൻ. അല്ലെങ്കിൽ വക്കീലാവണമെന്ന് പറയുമ്പോൾ ഇവർ വെറുതെ പറയില്ല എനിക്ക് വക്കീലാവണമെന്ന്, എന്ത് കണ്ടിട്ട് TV കണ്ടിട്ടോ. അപ്പം അങ്ങനെയുള്ളത് വേണമെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങണം എന്ന് പറയുന്ന ഒരു എന്താ പറയുക, ഒരു ഐ എം തിങ്കിങ് അഗെയിൻ റെസ്റ്റോറൻറ്റ്, ബിക്കോസ് ഇറ്റ്സ് വെരി സിമ്പിൾ. റെസ്റ്റോറൻറ്റോ നിങ്ങൾ ഒരാഴ്ച പോയി ഒരു റെസ്റ്റോറൻറ്റ് കിച്ചണിൽ പോയി നിൽക്ക്, അല്ലെങ്കിൽ സെർവ് ചെയ്യാൻ പോയി നിൽക്ക് ആൻഡ് ലേൺ ഇഫ് ദാറ്റ് ഇസ് വാട്ട് യു വിൽ അണ്ടർസ്റ്റാൻഡ്. സോ അത് ചെയ്യുമ്പോൾ നിങ്ങൾ ഫ്യൂച്ചറിൽ സെർവ് ചെയ്യുന്നല്ല പറയുന്നത്, യു വിൽ ഓൺ എ റെസ്റ്റോറൻറ്റ് മേ ബി. പക്ഷെ അത് ചെയ്ത് നമുക്ക് ആ എംപത്തിയും എല്ലാം മനസ്സിലായാലേ കാര്യമുള്ളൂ. അതെ. സോ ഇതാണ് ഒരു ബേസിക് ആയിട്ട് അസസ് ചെയ്യേണ്ട ഒരു ഒന്ന് ഫിനാൻഷ്യൽസ് മനസ്സിലാക്കണം, ക്യാഷ് ഫ്ലോ എത്ര വേണ്ടി വരും എന്ന് പറയണം. അത് ഒരു നമ്മൾ ഓപ്റ്റിമിസ്റ്റിക് സിനാരിയോ പ്ലാൻ ചെയ്താൽ പെസിമിസ്റ്റിക് സിനാരിയോയിൽ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് ചെയ്യേണ്ട ബിസിനസ് റിസ്ക് നമ്മൾ അസസ് ചെയ്യണം. നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് ഇത്രത്തോളം റിസ്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, എന്നിട്ട് അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ. അത് തന്നെ. എന്നിട്ട് നമ്മൾ എല്ലാ ഓൺടർപ്രണർ ഓപ്റ്റിമിസ്റ്റിക് ആയിരിക്കണം, പക്ഷേ ബിസിനസ് പ്ലാനിങ്ങിൽ പെസിമിസ്റ്റിക് വ്യൂ നോക്കിയിട്ട് അത് നമ്മൾ സർവൈവ് ചെയ്യുമെന്ന് നോക്കണം. ഓപ്റ്റിമിസ്റ്റ് അല്ലാത്ത ഒരാൾ ഒരിക്കലും ബിസിനസ്സിൽ പോയിട്ട് കാര്യമില്ല. കുറേ നെഗറ്റീവ് കമൻറ്റ് പറയുന്ന ആൾക്കാർ കുറേ പേരുണ്ട്, അവരൊന്നും നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാവാൻ ചാൻസ് കുറവാണ്. അപ്പോൾ യു ഹാവ് ടു ബി ആൻ ഓപ്റ്റിമിസ്റ്റ് ബട്ട് പ്ലാൻ ഫോർ ദ പെസിമിസ്റ്റിക് വ്യൂ. സോ നമുക്കറിയുന്ന പോലെ സാറ് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു എൻ്റർപ്രണറാണ്. അപ്പോൾ ഈ ഒരു ലെവൽ സക്സസ് അച്ചീവ് ചെയ്യാൻ സാറ് എന്തൊക്കെ ഹാബിറ്റ്സ് ഉണ്ടോ, അതോ ഒരു പ്രത്യേക റുട്ടീനോ കാര്യങ്ങളോ എന്തെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടോ? So I don't think, like, we are reasonably successful, but there's a long way to go to where we want to reach. So habit എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I read a lot. It helps generally. എല്ലാം നമ്മൾ What kind of books you? Anything. So yesterday I read 2 days back I read a book called Why We Die by a Nobel Prize winner, Indian origin, and now I'm reading John Grisham yesterday. So different kinds of, that is fiction. So then a lot of business books. So this is what I like to do. I like to read a lot and then try these experiments in business. And നമ്മുടെ ഒരു ഫീൽഡിലുള്ള ആൾക്കാരെ കാണുന്നതിനെക്കാളും നമ്മൾ വേറെ ഫീൽഡിൽ പോയിട്ടുള്ള ആൾക്കാരെ കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മൾ നോക്കും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും നമുക്ക് ഒരു, ഞാൻ വിളിക്കുന്ന ഒരു ക്രോസ് പോളിനേഷൻ ഓഫ് ഐഡിയാസ് എന്ന് പറയും. അപ്പോൾ അത് നമ്മൾ ട്രൈ ചെയ്യും. അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ചിലപ്പം ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, എല്ലാം ഒന്നുമില്ല, ചില കാര്യങ്ങൾ എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടാൻ നോക്കും. So this is what I think I do. Meet people, like-minded people who are driven, not be on social media, which helps save time, and sleep on time. Sleep by 10 o'clock, 9:30. ഇതൊക്കെയാണ് ബേസിക് ആയിട്ട് ബേസിക് കാര്യങ്ങൾ. ആൻഡ് ഓക്കെ. സോ നമ്മൾ അക്യുമെൻ എന്ന് പറഞ്ഞ സ്റ്റോക്ക് ബ്രോക്കിംഗ് ഫേം എന്ന് വരുന്നത്. അപ്പോൾ സാറിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്സിനെ പറ്റി അറിയാൻ നമുക്ക് കുറച്ച് താല്പര്യമാണ്. ലൈക്ക് സാർ ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നോ, സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടോ, മ്യൂച്വൽ ഫണ്ട്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, അതോ ഇതൊന്നും അല്ലാതെ വേറെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഓപ്ഷൻസ് ആണോ സാറിന് പ്രിഫർ ചെയ്യുന്നത്? സോ വാട്ട് ആർ ഇൻവെസ്റ്റ്മെൻറ്റ്സ് പ്ലാൻസ്? So personally I believe equity is the best investment, but over a structured plan every month investment. So we do through the firms some SIPs, Okay. Few lakhs a month across firms. But both my kids, because of some gifting from the grandparent, has equity since they were 1 year old. So now they're 9 and 5 and their equities have done phenomenally well because so that they have a much larger portfolio than me. So they have done well. And so I don't have any gold
I have some real estate holdings, primarily because it's use in വേണ്ടിയുള്ള real estate. I don't have real estate for real estate's sake. ഓക്കെ But most of my personal wealth is tied in the business itself. ഓക്കെ സോ But some money is being generated for equities, but it is slowly, it will keep growing. But because our money, ഇക്വിറ്റീസ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ ജസ്റ്റ് മ്യൂച്വൽ ഫണ്ട്സ് മാത്രമേ ഉള്ളൂ അതോ ലൈക്ക് ഷെയർസ് ബൈങ് അങ്ങനെ so my core competence is not figuring out shares. ഓക്കെ So I would buy mutual funds. മ്യൂച്വൽ ഫണ്ട്സ് ആണ് Though, yeah, I mean, if I had a sizable portfolio, I'll figure out buying, say, 10 or 15 stocks. If I had, say, a very large portfolio to handle, maybe I'll also do that because I would save on a lot of fees or some fees. But right now, we just do through mutual funds. മ്യൂച്വൽ ഫണ്ട്സ് ആണ് ഓക്കെ സോ സാറിൻ്റെ ബിസിനസ്സിലെ അടുത്ത സ്റ്റെപ്പ് എന്താണ് ലൈക്ക് കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ളതല്ല ജനറൽ ആയിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് തന്നെ ലൈക്ക് ഇന്റേണൽ എക്സ്പാൻഷൻ ആണോ അതോ ഡൈവേഴ്സിഫിക്കേഷൻ ആണോ ലൈക്ക് I don't believe in diversification personally. If you want to diversify, might as well take some money out and buy shares. That is diversification. There are good people doing a lot of other businesses. We would like to scale the current business to other regions where we operate. So we are expanding the pharma distribution from this hub to Tamil Nadu and some parts of Karnataka over the next 18 months. ഓക്കെ And maybe acquire more distributions within Kerala. He'll also go to these other states, try and get DMart account, Reliance outside Kerala account. So we're trying to do all that. So grow within the same products. ഓക്കെ അതുപോലെ അതാണ് ഇപ്പോൾ ജനറൽ ആയിട്ടുള്ള ഐ തിങ്ക് സോ നമ്മൾ ചിലപ്പോൾ ചില നാട്ടിൻ പ്രദേശത്തൊക്കെ പോകുമ്പോൾ ഒരാൾ തന്നെ ആയിരിക്കും ജ്വല്ലറി, ഒരാൾ തന്നെ ആയിരിക്കും പെട്രോൾ പമ്പ്, ഒരു 20 ബിസിനസ് ചെയ്യുന്നുണ്ടാവുമായിരിക്കും. അതും ചെയ്യാം, ദാറ്റ് ഇസ് ദ വേ ഓഫ് ഡൂയിങ് ഇറ്റ്. ബട്ട് ഐ ബിലീവ് ദാറ്റ് ട്രൂ വെൽത്ത് ക്യാൻ ബി ക്രിയേറ്റഡ് വെൻ യു ഡു വൺ തിങ് ആൻഡ് ഫോക്കസ് ഓൺ ഇറ്റ്. ആൻഡ് ഇഫ് യു വോണ്ട് ടു diversify by buying shares of other companies maybe. You don't necessarily have to go and do everything yourself. Then you might still be successful, but I think you will not reach your true potential. ഓക്കെ സോ നമ്മൾ ഈ പോഡ്കാസ്റ്റിന് ഏകദേശം എൻഡിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ളൊരു 20-year-old ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു 20-year-old സാറിൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് എന്താണ് ഒരു അഡ്വൈസ് കൊടുക്കാൻ പറ്റുക? ഒന്നെന്ന് വെച്ചാൽ കേരളത്തിൽ തന്നെ നിൽക്കാൻ നോക്കുക. ഇപ്പം ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ, UK, കാനഡയിൽ പോകാനാണെങ്കിൽ അവിടെയും ബിസിനസ് തുടങ്ങാൻ നോക്കുക. ഇനി അതാ പോകണം തന്നെ നിർബന്ധമാണെങ്കിൽ. ഇന്ത്യ 10 years 15 yearsനുള്ളിൽ വളരെ ഗ്രോത്ത് സ്റ്റേജിലായിരിക്കും പോകുന്നത്. സോ ഫിഗർ ഔട്ട് ടു സ്റ്റാർട്ട് സംതിങ് ദാറ്റ് യു അണ്ടർസ്റ്റാൻഡ്. ആൻഡ് AI എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഫാഡായിരിക്കും. സോ ലേൺ അബൌട്ട് AI. ദർ മസ്റ്റ് ബി ആൻഡ് യൂസ് കേസ് ഫിഗർ ഇറ്റ് ഔട്ട് ഹിയർ. But there will be certain things that humans will always need. Security, jealousy is going to stay. A lot of things are going to stay. So figure out what will still work. Many things will stay. So don't, and only the paranoid survive. So also be worried about what will not work also. ഓക്കെ പക്ഷേ ഞാൻ പറയാനുള്ളതെന്ന് വെച്ചാൽ എന്തെങ്കിലും തുടങ്ങുക, എന്നിട്ട് അത് വെച്ച് ഐട്രേറ്റ് ചെയ്ത് തുടങ്ങാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ. അതെ എല്ലാവരും തുടങ്ങണം എന്ന് നിർബന്ധമില്ല. തുടങ്ങണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തെങ്കിലും തുടങ്ങിയിട്ട് അതിൽ നിന്ന് പതുക്കെ മനസ്സിലാക്കും. കുറേ ആൾക്കാരുണ്ട് ഭയങ്കരമായിട്ട് ഇൻ്റലക്ച്വലി ഇത് കുറേ ചെയ്യണം, അത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് കുറേ പ്ലാനൊക്കെ ഉണ്ടാക്കും. പ്ലാൻ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. പെർഫെക്ഷൻ ഇസ് നെവർ ഗോൺ ഹാപ്പൻ ഈവൻ ഇഫ് യു മേക്ക് ദ പ്ലാൻ. സോ അത് തുടങ്ങേണ്ട സമയത്ത് എങ്ങനെയും തുടങ്ങാനും നോക്കുക. അതാണ് എനിക്ക് പറയാനുള്ള അഡ്വൈസ്. എന്തെങ്കിലും ചെറിയ രീതിയിൽ തുടങ്ങി നോക്കുക. എല്ലാം പൈസ തന്നെ ഇല്ലാതെ, പൈസ ഇല്ലാതെ പല കാര്യങ്ങളും ചെയ്യും. പലരും എനിക്ക് ബഡ്ജറ്റിലുള്ള മാർക്കറ്റിംഗ് ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ 1000 വീടുകളിൽ പോയിട്ട് നിങ്ങൾ നേരിട്ട് സംസാരിക്കുക, അതിന് പൈസ ഉണ്ടല്ലോ. അല്ല, അതേപോലെ പല ഓപ്ഷൻസും ഉണ്ടാവും. ഈ പൈസ ഉണ്ടെങ്കിലേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് ശരിയല്ല. മിക്ക ബിസിനസ്സും പൈസ ഇല്ലെങ്കിലും തുടങ്ങാൻ പറ്റും. ഇവൻച്വലി ചിലപ്പോൾ പൈസ വേണ്ടി വരുമായിരിക്കും. പക്ഷേ പൈസ കിട്ടി ഡേ 1 കിട്ടി ആരെങ്കിലും കൊണ്ടുവന്ന് പൈസ 10-25 ലക്ഷം തന്നിട്ട് നിങ്ങൾ തുടങ്ങുമെന്ന് പറഞ്ഞ് മാത്രം ഇരുന്ന് കഴിഞ്ഞാലൊന്നും ബിസിനസ് തുടങ്ങാൻ പറ്റിയെന്നും വരില്ല. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യനും കൂടി. ഇത് നമ്മളൊരു കോമിക് ലെവലിൽ നമ്മൾ കുറച്ച് ആളുകളോട് പുറത്ത് പോയിട്ട് വോക്സ് പോപ്പിലൊക്കെ ചോദിക്കുന്നൊരു ചോദ്യമാണ്. ലൈക്ക് സാറിന് ഇപ്പോൾ ഒരു ടൈം മെഷീൻ കിട്ടിയിട്ട് സാറിനൊരു 20-year-old ബാക്കിലോട്ട് പോകാൻ പറ്റുകയാണ്. ഇപ്പോൾ സാറിന് ഒരു 20s പോകാൻ പറ്റുകയാണെങ്കിൽ സാർ ആ ഒരു രാഹുൽ എന്നുള്ള ആൾക്ക് എന്താണ് ഒരു അഡ്വൈസ് കൊടുക്കുക? SIP തുടങ്ങുക, കുറേ പൈസ ഷെയർസിലിടുക, എന്നിട്ട് പൈസ ആവശ്യമുണ്ടെങ്കിൽ ആ പൈസ വെച്ച് ലെവറേജ് ചെയ്തിട്ട് ലോൺ എടുക്കുക. സോ അതാണ് SIP ആണ്. If with today's knowledge and knowing how the market is going to do, then I would do that. Right? I mean, that is one thing. Second is, we went and started a lot of businesses in various places, a lot of branches and stuff. Rather cut all that and just do few things very well. എന്നാണ് ഞാൻ പറയുക. ഇപ്പം ഞാനത് പറയുന്ന കുറേ മണ്ടത്തരങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടാണ്. എക്സ്പീരിയൻസ് അന്ന് അത് ആദ്യമേ ചെയ്യാൻ പറ്റിയ ഞാൻ തന്നെ, പല ആൾക്കാർ എന്നോട് പറഞ്ഞു, പക്ഷെ ഞാൻ വിശ്വസിച്ചില്ല. പക്ഷെ ഞാൻ തന്നെ എന്ന് പറയുമ്പോൾ ചിലപ്പം വിശ്വസിക്കുമായിരിക്കും. ഓക്കെ, സോ ഇറ്റ്സ് ടൈം ടു, ഐ തിങ്ക് വി കംപ്ലീറ്റഡ് മെനി തിങ്സ്. സോ താങ്ക് യു സർ. അപ്പോൾ നമുക്ക് ഇന്ന് ഒരുപാട് കാര്യങ്ങളെ പറ്റി നമ്മൾ സംസാരിച്ചു. ലൈക്ക് പുതിയ വരുന്ന എൻ്റർപ്രണേഴ്സിന് അഡ്വൈസറായിട്ടുള്ള രീതിയിൽ കുറേ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. അപ്പോൾ ഇതേപോലെ വേറെ ദിവസം നമുക്ക് ചിലപ്പോൾ കമൻസിൽ ഒരുപാട് പേര് ഇനിയും വന്ന് ഡൗട്ടുകൾ ചോദിക്കുകയാണെങ്കിൽ വേറെ ദിവസം നമുക്ക് സാറിനെ വരുന്ന പ്രതീക്ഷിക്കുന്നു. അപ്പോൾ താങ്ക് യു സർ. Thank you for having me. Thanks.